ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമ്മള് സീരിയഡ് എക്സാമിനേഷന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോജിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പല സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സും കൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് പുതിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ എന്താണ് സ്ക്രീനിൽ ചോദ്യം തെളിയുമ്പോൾ തന്നെ ആദ്യം ഉത്തരം നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും വേണം. ആദ്യ ചോദ്യത്തിലേക്ക് കിടക്കാം. As per Jean Piaget's theory of cognitive development, which of the following abilities distinguishes formal operational thinking from concrete operational thinking? പിയാഷയുടെ തിയറി നമുക്കറിയാം. ഏതാണ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? 4 സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഏത് എബിലിറ്റിയാണ് ഫോർമൽ ഓപ്പറേഷണൽ തിങ്കിങ്ങിനെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ്ങിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? കൺസർവേഷൻ, ഒബ്ജക്ട് പെർമനൻസ്, സിംബോളിക് പ്ലെയിൻ, അബ്സ്ട്രാക്ട് ലോജിക്സ്. നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഫോർമൽ ഓപ്പറേഷണൽ തിങ്കിങ്ങിനെയും കോൺക്രീറ്റ് ഓപ്പറേഷണൽ തിങ്കിങ്ങിനെയും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഈ കൂട്ടത്തിൽ ഏത് എബിലിറ്റി ആണ്? കൺസർവേഷൻ ആണോ, ഒബ്ജക്ട് പെർമനൻസ് ആണോ, സിംബോളിക് പ്ലേ ആണോ, അബ്സ്ട്രാക്ട് ലോജിക് ആണോ? എന്തായിരിക്കും? അബ്സ്ട്രാക്ട് ആയിട്ടുള്ള ലോജിക് ആയിരിക്കും. നമുക്ക് പിയാഷയുടെ സ്റ്റേജുകൾ വെച്ചിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയാണ്? ആദ്യം വരുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. ഒരു വസ്തു കൺമുന്നിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു വസ്തു എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഐഡിയ കുട്ടി ക്രമേണ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സെൻസറി മോട്ടോർ സ്റ്റേജിലെ ഒബ്ജക്ട് പെർമനൻസ്. അടുത്തത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് വരുമ്പോഴത്തേക്ക് എന്താണ് അവിടുത്തെ പ്രത്യേകത? എന്താണ്? സിംബോളിക് പ്ലേ. സിംബലുകൾ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. കോൺക്രീറ്റ് ഓപ്പറേഷനിൽ എന്താണ്? കൺസർവേഷൻ എന്നുള്ള ഐഡിയ കുട്ടി മനസ്സിലാക്കണം. ഫോർമൽ ഓപ്പറേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലോജിക്കൽ തിങ്കിങ്ങും അബ്സ്ട്രാക്ട് റീസണിങ്ങും ഒക്കെ ഉണ്ടാകുന്നത്. ഫോർമൽ ഓപ്പറേഷനിൽ വരുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈപ്പോത്തറ്റിക്കലി ചിന്തിക്കാൻ പറ്റും. ടെൻഡേറ്റീവ് ആൻസേഴ്സ് ചിന്തിക്കാനായിട്ട് സാധിക്കും. സോ അബ്സ്ട്രാക്ട് പ്രോബ്ലംസ്, കൺമുന്നില്ലാത്ത ആശയങ്ങളെ കുറിച്ച് പോലും എന്താണ് ചിന്തിച്ച് മനസ്സിലാക്കി അവിടുത്തെ പ്രശ്നപരിഹാരം നടത്താൻ സാധിക്കും. യൂസ് ഡിഡക്റ്റീവ് റീസൺ. ജനറൽ ഐഡിയാസിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക് ഡിഡക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റീസണിങ് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ അബ്സ്ട്രാക്ട് ലോജിക് ഒക്കെ എപ്പോഴാണ് നമുക്ക് ആ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലോട്ട് എത്തുമ്പോഴത്തേക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം. A significant critic of Jean Piaget is that he failed to adequately consider the influence of dash on development. പിയാഷയുടെ തിയറി നമ്മൾ കുറെ പഠിച്ചുപോലെ, പക്ഷേ അദ്ദേഹത്തിന്റെ തിയറിയിലെ ഒരു പ്രോബ്ലം ആയിട്ട് ഒരു ക്രിറ്റിസിസം പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഡെവലപ്മെന്റിൽ ഒരു കാര്യത്തിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാനായിട്ട് ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതെന്താണ്? കൾച്ചർ, എക്സ്പീരിയൻസ്, ആക്ടിവിറ്റി, മച്ചുറേഷൻ. അപ്പൊ എന്തായിരിക്കും പിയാഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിട്ടുപോയത്? അത് കൾച്ചറിനെ കുറിച്ചാണ്, സംസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. വൺ മേജർ ക്രിറ്റിസിസം ഈസ് ദാറ്റ് പിയാഷെ എംഫസൈസ്ഡ് യൂണിവേഴ്സൽ സ്റ്റേജസ്. പിയാഷെ യൂണിവേഴ്സൽ ആയിട്ട് മറ്റുള്ള സ്റ്റേജുകളെ കുറിച്ച് പറഞ്ഞു. പക്ഷെ എന്താണ്? ഹി ഗേവ് ലെസ് ഇമ്പോർട്ടൻസ് ടു കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസസ്. കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസസിന് എന്താണ് വളരെ കുറച്ച് ഇമ്പോർട്ടൻസേ നൽകിയിരുന്നുള്ളൂ. This aspect was emphasized later by Vygotsky. ഇത് പിന്നീട് ഈ ഒരു ഐഡിയക്ക് പ്രാധാന്യം കൊടുത്തത് ആരാണ്? വൈഗോട്സ്കി ആണ്. അദ്ദേഹം എവിടെയൊക്കെ പ്രാധാന്യം കൊടുത്തു? കൾച്ചറിൽ, ലാംഗ്വേജിൽ, സോഷ്യൽ ഇന്ററാക്ഷനിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? പ്രാധാന്യം കൊടുത്തു. അടുത്ത ചോദ്യം. Which of the following is the correctly matched pair? കൂട്ടത്തില് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ള പേര് കണ്ടെത്താനാണ്. ഗുഡ് ബോയ്, ഗുഡ് ഗേൾ ഓറിയന്റേഷൻ. ഗേറ്റ് is good for gate numbers. Law and order orientation, upholding principles of social justice for humanity. Social contract orientation, consideration of perception of others. Punishment obedience orientation, avoidance of bad consequence. നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ജനറലി ലോജിക്ക് വെച്ച് തന്നെ ഉത്തരം കണ്ടെത്താം. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിയറി ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ എന്താ ശരിയായിട്ട് വരിക? Punishment and obedience orientation, avoidance of bad consequence. Consequence ഒഴിവാക്കാനായിട്ടുള്ള ആ ഒരു സ്വഭാവം, മോറൽ സ്വഭാവം. നമുക്കറിയാം ഇത് ഏതൊരു തിയറി ആയിട്ട് ബന്ധപ്പെട്ടാണ്? കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ്, സാൻമാർഗിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. അതായത് സ്റ്റേജ് 1-ലാണല്ലേ നമുക്ക് ഒരു പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ കാണാൻ കഴിയുന്നത്. ഒബേ റൂൾസ് ടു അവോയ്ഡ് പണിഷ്മെന്റ്. എന്തിനാണ് നിയമങ്ങൾ അനുസരിക്കുന്നത്?
പണിഷ്മെന്റ് ഒഴിവാക്കാനായിട്ട്, പണിഷ്മെന്റ് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നിയമങ്ങൾ അനുസരിക്കുന്നു. അതാണ് പണിഷ്മെന്റ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. നമ്മുടെ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷനിൽ എന്താണ്, സീക്കിംഗ് അപ്രൂവൽ, മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയാണ്. ലോ ആൻഡ് ഓർഡർ ഫസ്റ്റ് സ്റ്റേജിൽ എന്തായിരുന്നു, മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ, സോഷ്യൽ ഓർഡർ നമ്മുടെ സമൂഹത്തിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് പോകുന്നു. സോഷ്യൽ കോൺട്രാക്റ്റിൽ എത്തുമ്പോൾ എന്താണ്, ഇൻഡിവിജ്വൽ റൈറ്റ്സ് ആൻഡ് ഡെമോക്രാറ്റിക് വാല്യൂസ്, കുറച്ചും കൂടെ എന്താണ്, ഓരോ ഇൻഡിവിജ്വലിന്റെ റൈറ്റിനും അതേപോലെ ഡെമോക്രാറ്റിക് വാല്യൂസിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതെല്ലാം തെറ്റിച്ചായിരുന്നു ഇവിടെ അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ കറക്റ്റ് ആൻസർ എന്തായിരുന്നു, പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. ഇതിനു വേണ്ടിയിട്ടാണ് ഒബേ റൂൾസ് ടു അവോയ്ഡ് പണിഷ്മെന്റ്. അടുത്ത ചോദ്യം, Piaget and Vygotsky are similar in their belief that പിയാഷെയും വൈഗോട്സ്കിയും അവർ ആശയങ്ങളിൽ സിമിലർ ആയിട്ടുള്ളത് എവിടെയാണ്? ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ആൻഡ് ഡിറ്റർമൈൻ തോട്ട്, കൾച്ചർ ഹാസ് എ പ്രൊഫൗണ്ട് ഇഫക്റ്റ് ഓൺ ലേണിംഗ്, ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ ടേക്ക് പ്ലേസ് ഇൻ എ സ്റ്റേജ് ലൈക്ക് പ്രോഗ്രഷൻ, ചിൽഡ്രൻ ആർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ്. ഈ രണ്ടുപേരും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന എന്താണ്, ഇപ്പം ലാംഗ്വേജും കൾച്ചറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് വൈഗോട്സ്കിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സ്റ്റേജ് ലൈക്ക് പ്രോഗ്രഷനിലൂടെ ഡെവലപ്മെന്റ് പിയാഷെയുടെ കൺസെപ്റ്റ് ആണ്. പക്ഷെ രണ്ടുപേരിലും കോമൺ ആയിട്ട് നമുക്ക് എന്താ കാണാൻ കഴിയും, ചിൽഡ്രൻ ആർ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ്. അർത്ഥം ഉണ്ടാക്കുന്നതിൽ അല്ലേ, അറിവ് നിർമ്മാണത്തിൽ, അർത്ഥം നിർമ്മിക്കുന്നതിൽ എന്ത് ചെയ്യുന്നു, കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നു എന്നത് രണ്ടുപേർക്ക് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു ഫീച്ചറാണ്. പിയാഷെ എന്താ പറഞ്ഞത്, നോളജ് ഈസ് ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റഡ് ത്രൂ ഇന്ററാക്ഷൻ. അറിവ് നിർമ്മിക്കുന്ന എങ്ങനെയാണ്, ഇന്ററാക്ഷനിലൂടെ അറിവ് ആക്റ്റീവായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് പിയാഷെ പറഞ്ഞപ്പോൾ വൈഗോട്സ്കി എന്ത് പറഞ്ഞു, നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് സോഷ്യലി ത്രൂ ഇന്ററാക്ഷൻ. നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ്, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിലൂടെ എന്ത് ചെയ്യുന്നു, നോളജ് നിർമ്മിക്കുന്നു. അപ്പൊ എന്താണ് കോമൺ പോയിന്റ്, എന്താ, ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ എന്താണ്, അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്ത് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മീനിങ് മേക്കിങ്ങിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ആക്റ്റീവായിട്ട് ഒരു റോള് പ്ലേ ചെയ്യുന്നു. അടുത്ത ചോദ്യം, വൈഗോട്സ്കിയുടെ തിയറി ഈ കൂട്ടത്തിൽ ഏതാണ്? Children's singing is quantitatively different from adults. Children's singing is qualitatively different from adults. Children have a lot of potential which include tasks they can do with others' support. Children are born unruly and society needs to teach them social behaviors. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, അഡൽട്സിൽ നിന്ന് കുട്ടികൾ ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്, ക്വാളിറ്റി വൈസിൽ ഡിഫറെന്റ് ആണ്. കുട്ടികൾക്ക് എന്താണ്, ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. അവിടെ എന്താണ്, ചില ടാസ്കുകൾ നമുക്ക് മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി, കുട്ടികൾക്ക് മോർ നോളജബിൾ അതേഴ്സിന്റെ സഹായത്തോടുകൂടി മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളെല്ലാം എന്താണ്, ഒരു നിയമവും ഇല്ലാതെ ജനിക്കുന്നവരാണ്. പക്ഷെ സൊസൈറ്റി എന്ത് ചെയ്യണം, സോഷ്യൽ ബിഹേവിയേഴ്സ് പഠിപ്പിക്കണം. വൈഗോട്സ്കി ഇതിൽ ഏതൊരു ആശയത്തിനെയാണ് ഊന്നി പറഞ്ഞത്, ഹാവ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ. കുട്ടികൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുപാട് കഴിവുകളുണ്ട്. അപ്പൊ അതെന്താണ്, ദേ ക്യാൻ ഡു വിത്ത് അതേഴ്സ് സപ്പോർട്ട്, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്, ചിൽഡ്രൻ ഹാവ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ വിച്ച് ഇൻക്ലൂഡ് ടാസ്ക് ദേ ക്യാൻ ഡു വിത്ത് അതേഴ്സ് സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദിസ് റെഫേഴ്സ് ടു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. എന്തിനാണ്, ആ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുള്ള ആശയത്തിലോട്ടാണ് പറയുന്നത് അല്ലേ. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു അലോൺ ആൻഡ് വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു വിത്ത് ഗൈഡൻസ്. കുട്ടിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്ന ലെവല് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്യാൻ കഴിയുന്ന ലെവലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ആ ലേണിംഗ് പ്രോസസ്സ് നടക്കും. എങ്ങനെയായിരിക്കും സപ്പോർട്ട് കൊടുക്കുക, സപ്പോർട്ട് ഇസ് പ്രൊവൈഡഡ് ത്രൂ ആരൊക്കെയാ, ടീച്ചേഴ്സ്, പേരൻസ്, പിയേഴ്സ് പോലെയുള്ള മോർ നോളജബിൾ അതേഴ്സ് ആയിരിക്കും സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇതിന് പറയുന്ന പേരെന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദിസ് സപ്പോർട്ട് ഈസ് കോൾഡ് സ്കഫോൾഡിംഗ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, കൈത്താങ്, സ്കഫോൾഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ 5 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എത്ര ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.